ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അന്ന് രാധിക മോളെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അപകടപ്പെടുത്തിയത് പ്രിയങ്ക മോളാണെന്നാ പോലീസുകാർ പറഞ്ഞത്. വെറുതെ പറയുന്നതല്ല, അവരതിന് കൃത്യമായ തെളിവുകളും പറയുന്നുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? എന്താന്ന് വെച്ചാ പോലീസുകാർ തീരുമാനിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മോനെ. നമ്മൾ പോയി അന്വേഷിക്കണ്ടേ? എന്ത് പോയി അന്വേഷിക്കണം അമ്മ പറയുന്നത്? ഇനിയിപ്പോ പോലീസുകാർക്ക് തെളിവ് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണോ? രാധികയെ അപകടപ്പെടുത്തി ലൊക്കേഷനിൽ നിന്ന് സ്ഥലം വിട്ട് പോയമാരെ ഞാനും ആ പടത്തിലെ ഹീറോയിൻ ചേർന്നാ കണ്ടുപിടിച്ചത്. ഞങ്ങളാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എത്തിച്ചതും. അതുകൊണ്ട് തന്നെയാ ഈ വാർത്ത കേട്ടപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാതിരുന്നതും. എടോ, പലതവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്, തന്റെ അനിയത്തി തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന്. അന്ന് ആർക്കും അത് മനസ്സിലായില്ല. ഞാൻ അവളോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കുമ്പോഴേക്കും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. ഇങ്ങനെ ഒരുത്തിയാണോ ഞാൻ സ്നേഹിക്കേണ്ടത്? ഇത്തരത്തിലൊരുത്തിയാണോ ഞാൻ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടത്? വരണതൊക്കെ മാറ്റിവെക്ക്. അവളെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. ഒന്ന് എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയെങ്കിലും ചെയ്യോ? ഇല്ല, പ്രിയങ്കയെ അന്വേഷിച്ച് ഈ വീട്ടിൽ നിന്ന് ആരും പോവില്ല. ഇത് എന്റെ തീരുമാനമാ. പ്രിയങ്ക തെറ്റ് ചെയ്തു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് മാപ്പ് കൊടുത്താ പിന്നെ ഞങ്ങൾ ആരും അന്തസ്സോടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവൾ നിന്റെ ഭാര്യയാ. അങ്ങനെ ഒരു പദവിയില് ഇനി അവൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പ്രിയങ്ക ഇനി എന്റെ ജീവിതത്തിൽ ഇല്ലാന്ന്. എന്താ നീ പറയുന്നേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ആദ്യം അത് പരിഹരിക്കാനാ നോക്കേണ്ടത്, അല്ലാതെ അതിനു മുമ്പ് കുറെ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. അമ്മേ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒറ്റയടിക്ക് തുറന്നു പറയാനായിട്ട് എനിക്കാവില്ല. പ്രിയങ്കയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. എന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കില്ല. ഈ കുടുംബത്തിൽ നിന്ന് ആരും പോവില്ല. രാധികേ, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അനിയത്തിയെക്കുറിച്ച് അന്വേഷിക്കാനും മാപ്പ് കൊടുക്കാനും ഒക്കെ തോന്നുന്നത് തന്റെ വലിയ മനസ്സാ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ വീണ്ടും താൻ കബളിപ്പിക്കപ്പെടും. താൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും. പ്രിയങ്ക വിഷച്ചെടിയാണെങ്കിൽ അതങ്ങ് പറിച്ചു കളഞ്ഞെന്ന് കരുതിയാൽ മതി. ഇനി അവൾ ഈ കണിമംഗലത്ത് വേണ്ട. വരുൺ,